ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ടൗണിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമെന്ന്. കുറച്ച് ആവശ്യങ്ങളുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ കാര്യമായിട്ട് പോകുന്നത് മഴക്കാലമല്ലേ, അതുകൊണ്ട് 2 തൈകൾ വാങ്ങാമെന്ന് ചോദിച്ചു. റംബൂട്ടാൻ്റെയും പിന്നെ പേരക്കത്തൈ. ഇതിനുണ്ട്. റെഡിയായി സ്കൂട്ടിൽ പോയി. അപ്പോൾ ടൗണിലെത്തി. അപ്പോൾ ത്രെഡ് ചെയ്യാൻ ഓർമ്മ വന്നത്. അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി, നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വിട്ടു. ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചിപ്സ് വാങ്ങാനുണ്ട്. ചിപ്സും കടയിൽ പോയി ആവശ്യത്തിനുള്ള ചിപ്സുകളെല്ലാം വാങ്ങി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പച്ചക്കറി കട. അപ്പോൾ ചെയ്യുന്ന കുറച്ച് പച്ചക്കറികളും വാങ്ങാനുണ്ടായിരുന്നു. നേരെ വിട്ട് പച്ചക്കറി കടയിലേക്ക്. അങ്ങനെ പച്ചക്കറികളും വാങ്ങി നേരെ നഴ്സറിയിലേക്ക് വിട്ട്. നോക്കുമ്പോൾ അതാ നഴ്സറി കട ക്ലോസ്, അടച്ചിരിക്കുന്നു. കഴിച്ചൊരു ഐസ്ക്രീം കഴിക്കാൻ, വാട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീമും കഴിച്ചു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സെയിൽസ് ഗേളിൻ്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സെയിൽസ് ഗേളിൻ്റെ വീട്ടിലേക്ക് വിട്ട് കട തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം വരാൻ കഴിയില്ലാന്ന് വെച്ചിട്ട് നേരെ സെയിൽസ് ഗേളിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവർ വീട്ടിൽ നോക്കുമ്പോൾ എന്താ കരിവേപ്പില കൃഷി പോലെ ഇഷ്ടം പോലെ കരിവേപ്പില ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചോദിച്ചു കരിവേപ്പിലയും വാങ്ങിയതാന്ന് കേട്ടോ. ഞാൻ വാങ്ങിയ റംബൂട്ടാൻ്റെയും പേരക്കേൻ്റെയും തൈ. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിലെല്ലാം കയറി ഒന്ന് കണ്ട്. ഇഷ്ടം പോലെ വളങ്ങളുണ്ട്. പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, അങ്ങനെ എല്ലാത്തരം വളവും ഇവിടെയുണ്ട്. ഇഷ്ടംപോലെ ചട്ടികളും വൈറ്റ്, ബ്ലാക്ക് കളർ ചട്ടികളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് ചട്ടികൾ എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. വളം വാങ്ങി. വളത്തിന് 50 റുപ്പീസാണ് വരുന്നത്. റംബൂട്ടാൻ്റെ പേരക്കേൻ്റെ തൈക്കും 300. ഇത് കണ്ട ആന്തോറിയം പിന്നെ ചെക്കിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലാണ്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ വളം, ഓർഗാനിക്. പിന്നെ അവിടെയുള്ള സെയിൽസ് ഗേളിനോട് കുറച്ച് കത്തി അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലെത്തി. കാട് പറിച്ച് വന്ന പോലെ ഉണ്ടാവും എൻ്റെ വണ്ടി കാണാൻ. നോക്കിയാൽ അവർ തന്ന കരിവേപ്പിലയാണിത്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെന്ന് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കരിവേപ്പിലയാണ്. ഇതാ കേട്ടോ ഞാൻ വാങ്ങിയ തൈകൾ വാങ്ങിയിട്ടുണ്ട്. നന്നായി കിട്ടിയാൽ മതി. ഞാൻ മുന്നേ ഒരു പേരക്കത്തൈ വാങ്ങിന് കേട്ടോ. അത് നന്നായിട്ടില്ല, നശിച്ചു പോയി. പേരക്കത്തൈയും ചാമ്പക്ക നന്നായാണ്. ഇതാട്ടോ അവർ തന്ന കരിവേപ്പില. കുറേ നാൾ ഉപയോഗിക്കാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുമെന്ന്. ഒന്നുമല്ല, അടിപൊളി നല്ല കരിവേപ്പിലേൻ്റെ കൂടെ ഒന്നും ചോദിച്ചിട്ടുമില്ല. ഒക്കെ 2 തൈയും തന്നു. അങ്ങനെ ഓസിനിട്ട കരിവേപ്പില ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.